ഹലോ, ഗുഡ് ഈവനിങ് വ്യൂവേഴ്സ്. ഞാനിന്ന് പറയാൻ പോകുന്നത് ക്യാൻസറിനെ പറ്റിയാണ്. ക്യാൻസർ എന്ന പദം കേൾക്കുമ്പോൾ തന്നെ എല്ലാവരിലും ഒരു ഭീതി ഉളവാക്കുന്നുണ്ട്. പക്ഷേ ഞാനിന്ന് പറയാൻ പോകുന്നത് ആ ക്യാൻസറിൻ്റെ മരണത്തെപ്പറ്റി ഞാൻ തന്നെ രചിച്ച ചില വരികളെ പറ്റിയാണ്. ലേഖനത്തിൻ്റെ പേര് ക്യാൻസറിൻ്റെ മരണം. ആഗോളമാനം പടർന്ന് പന്തലിച്ചു നിൽക്കും വടവൃക്ഷമേ, നിന്നെ ക്യാൻസർ എന്ന് വിളിക്കും ഞങ്ങൾ. പേരിന് അന്വർത്ഥമാക്കി നീ ഞണ്ടുകളെ പോലെ ഇറുക്കുന്നു, അവരെല്ലാം വേദനയാൽ പുളയുന്നു. കോടാനുകൂടി ചില്ലകളുള്ള നിന്റെ ചില്ലകൾ ഓരോന്നായി മുറിക്കും ഞങ്ങൾ. 1000 ചില്ലകൾ മുറിക്കുമ്പോൾ നീ പിന്നെ ആയുധമാകുന്നതെങ്ങനെ? ആയുധം അർത്ഥം 10,000 എന്നാണ്. 1000 ചില്ലകൾ നമ്മൾ മുറിക്കുമ്പോൾ അത് 10,000 വളരുന്നു എന്നാണ്. എല്ലാവരും ഒത്തുചേർന്ന് ഡോക്ടേഴ്സും ഗവേഷകരും നിന്റെ ചില്ലകൾ ഒന്നാകെ മുറിച്ചു നിൽക്കും. വെള്ളവും വളവും ഇല്ലാതെ നീ, പുതിയ മരുന്നുകളും ആൻറ്റി വാക്സിനും. ഒരു നാൾ നീയും ഉണങ്ങി വീഴും. വീണിതല്ലോ കിടക്കുന്നു ധരണയിൽ ക്യാൻസറാം യമകിങ്കരൻ. വിദൂരമല്ലാത്ത അന്നാളു മുതൽ ലോകമെങ്കും ക്യാൻസറില്ലാ ലോകം കണി കാണുമെന്നും. എൻ്റെ സ്വപ്നങ്ങളിലെ ചില മരുന്നുകളെ പറ്റി ഞാൻ പറയുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്. വി ക്യാൻ 100 mg, വി ക്യാൻ 200 mg, വി ക്യാൻ 500 mg. ഇവയായിരിക്കും ക്യാൻസർ രോഗിയുടെ മരുന്നുകൾ. സ്മാൾ പോക്സിന് ആൻറ്റി വാക്സിൻ കുത്തിവെക്കുന്നത് പോലെ ജനിച്ച ഉടനെയുള്ള കുട്ടികൾക്കും വി വിൻ ക്യാൻ, ഞങ്ങൾ ക്യാൻസറിനെ ജയിച്ചു എന്ന ആൻറ്റി വാക്സിൻ കുത്തിവെച്ചാൽ അവരുടെ ജീവിതകാലം മുഴുവൻ അവർക്ക് ക്യാൻസർ വരുന്നതല്ല. ഡോക്ടർമാർക്കും ഗവേഷകർക്കും മേൽ പറഞ്ഞ പ്രകാരമുള്ള മരുന്നുകൾ എത്രയും എളുപ്പം കണ്ടുപിടിക്കാനുള്ള ശക്തിയും ബുദ്ധിയും ദൈവം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.